Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 4 സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് BCom 4 സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പർ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ്, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാം റിലേറ്റഡ് ലൈവ്, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ ചെയ്തതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് എക്സാമിന് വന്നുള്ളത്. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് എക്സാം ഓറിയന്റഡ് ആയി ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. ഇതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് 4 സെമസ്റ്റർ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് പാർട്ട് എയിൽ 15 ചോദ്യങ്ങൾ. സോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിഫൈൻ കോസ്റ്റിംഗ്. നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച ആദ്യത്തെ ചോദ്യം. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്? ദെൻ ഷട്ട് ഡൗൺ കോസ്റ്റ്, ദെൻ കോസ്റ്റ് യൂണിറ്റ് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞാണ് വന്നിട്ടുണ്ട്. ബിൻ കാർഡ് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞ ചോദ്യം. മാക്സിമം ലെവൽ, ഡിഫറെൻറ്റ് ലെവൽസിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിച്ചതാണ്. ABC അനാലിസിസ്, ടൈം കീപ്പിംഗ് ഷുവർ ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഷീൻ അവർ റേറ്റ്, ദെൻ ഓവർ ടൈം എന്താണ്? എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം. റീടെൻഷൻ മണി നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് ഷീറ്റ് എന്താണ്? ബജറ്റ് എന്താണ്? എല്ലാതും നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് വാരിയൻസ്. അപ്പോൾ പാർട്ട് എ വളരെ ഈസി ആയിരുന്നു. മൂവിങ് ടു പാർട്ട് ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ്. എഗെയിൻ തിയറിയിൽ പ്രതീക്ഷിച്ചതാണ്. ദെൻ ഡിസ്കസ് അബൌട്ട് അബ്സോർപ്ഷൻ, ദെൻ ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഓവർ ഹെഡ്. ഒരു തിയറി റിപ്പീറ്റ് അല്ലാതെ. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തായാലും പഠിക്കാൻ പറഞ്ഞാണ്. ദെൻ വാട്ട് ആർ ദ പ്രിലിമിനറീസ് ടു ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. അതും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് അല്ല, ബട്ട് പ്രോബ്ലംസ് നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വരുന്നത് പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ് ഫോർ ദി മാനുഫാക്ചറിങ് എ മിക്സർ ഗ്രൈൻഡർ. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യം. 5 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ പല ലെവൽസിൻ്റെ റീഓർഡർ ലെവൽ, മാക്സിമം ലെവൽ, മിനിമം ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്ന് FIFO മെത്തേഡ് സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പറേഷൻ ആണ്. അതും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ദെൻ ഹാൽസേ പ്ലാൻ. ഞാൻ ടൈലറിൻ്റെ ഡിഫറൻഷ്യൽ പീസ് റേറ്റോ ഹാൽസയോ റോവനാണ് എക്സ്പെക്ട് ചെയ്തത്. അത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബ്ലംസ് എല്ലാതും 4 പ്രോബ്ലം വളരെ ഈസി ആയിരുന്നു. മൂവിങ് ടു എസ് എ പാർട്ട്. എസ് എ പാർട്ടിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തായാലും പ്രോസസ്സോ കോൺട്രാക്റ്റോ ഒരു എസ് എ പ്രതീക്ഷിച്ചതാണ്. അത് വന്നു. പിന്നെ അപ്പോർഷൻമെൻറ്റ് നമുക്ക് വന്നിട്ടായിരുന്നു. ഈ പറയുന്ന ഓവർ ഹെഡിൽ നിന്നാണ് മറ്റൊരു എസ് എ വന്നത്. ലാസ്റ്റ് ഒരു 3 വർഷമായിട്ട് ഓവർ ഹെഡിൽ നിന്ന് ഇടാറില്ല. അപ്പോൾ അതൊരെണ്ണം വന്നു. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 25 പ്രോസസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം. തിയറി നമ്മൾ എന്തായാലും പറഞ്ഞ അതേ ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. ഡിഫൈൻ കോൺട്രാക്ട് കോസ്റ്റിംഗ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ്, ദെൻ ഹൗ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈസ് അസറ്റൈൻഡ് ഓൺ കോൺട്രാക്ട്സ്. ഈ തിയറി എന്തായാലും ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതുപോലെ തന്നെ എന്തായാലും പഠിക്കാൻ പറഞ്ഞ മറ്റൊരു തിയറിയാണ് ഡിഫൈൻ കോസ്റ്റിംഗ്, വാരിയസ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ പറഞ്ഞ തിയറി ചോദ്യങ്ങൾ, പ്രോബ്ലം, ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് പേപ്പർ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് കോർപ്പറേറ്റ് റെഗുലേഷനും QT പേപ്പറുമാണ് വരുന്നത്. സോ ഈ 2 സബ്ജക്റ്റിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണാം. അതിൽ പറഞ്ഞ അതേ ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ 3 എണ്ണം കഴിഞ്ഞപ്പോൾ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ദെൻ നമ്മളിനി ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സും എക്സാം റിലേറ്റഡ് ലൈവും ഇനി ഈ 2 സബ്ജക്റ്റിൻ്റെയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ചാനലിലൂടെ എക്സ്പെക്ട് ചെയ്യാം. QT പേപ്പർ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ലൈവ് എടുത്തതിൻ്റെ. ഇനിയും പഠിച്ചു കഴിയാത്ത കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്.
ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.